അത് ജനങ്ങളുടെ ഭാഗത്ത് കാണാനുമുണ്ട്. ഇവിടെ പ്രചരണ രംഗത്ത് അവർ തന്നെ അഴിച്ചുവിട്ട വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ, ബോധപൂർവം അഴിച്ചുവിട്ട നുണപ്രചരണങ്ങൾ, ഇതെല്ലാം പ്രതിപക്ഷത്തിന് ഗുണകരമായിട്ടല്ല വന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് തന്നെ അത് തിരിച്ചടിയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ 2021 അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ 97% വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇത് അഭിമാനകരമായ നേട്ടം തന്നെയാണ്. LDFന്റെ ഇതേവരെയുള്ള രീതി ചെയ്യാൻ പറ്റുന്നത് പറയുക, പറയുന്നത് ചെയ്യുക, അത് കൃത്യമായി പാലിച്ചു പോകുന്നുവെന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നതിന് ഏറ്റവും ഉപകരിച്ചതാണ് ഓരോ വർഷവുമുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്കും അതേപോലെ തന്നെ നവകേരള നിർമ്മാണത്തിനുമൊക്കെ ക്രിയാത്മകമായി ഇത്തരം കാര്യങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇത്തവണ പ്രകടന പത്രികയിൽ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതി, നവകേരള നിർമ്മാണം, അതെങ്ങനെയെന്നൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ അനുഭവമെടുത്താൽ വലിയ തോതിലുള്ള വികസന നേട്ടങ്ങൾ നമുക്ക് നേടാനായിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ LDFന്റെ ഒരു പ്രത്യേകത കേവലം വികസന പരിപാടികൾ മാത്രമല്ല, ജനങ്ങളുടെ ക്ഷേമവും അതോടൊപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും രണ്ടും ഒന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രക്രിയ തുടരേണ്ടതുണ്ട്. ആ മുന്നേറ്റം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ, ഭാവിയെ സംബന്ധിച്ചുള്ള ഗൗരവതരമായ വിഷയങ്ങൾ, ഇതെല്ലാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. സംസ്ഥാനങ്ങളുടെ അവകാശമാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഹിതം ലഭിക്കുക എന്നത്. ഇവിടെ കേരളത്തിൻ്റെ വരുമാന ഘടന പരിശോധിച്ചാൽ അതിൽ വലിയ തോതിൽ വരുമാനത്തിൻ്റെ ഏകദേശം 75% സംസ്ഥാനത്തിൻ്റെ വിഹിതമാണെന്ന് കാണാൻ സാധിക്കും. അതായത് കേന്ദ്ര വിഹിതം കേവലം 25% ചുരുങ്ങുക. മറ്റു ചില സംസ്ഥാനങ്ങൾ എടുത്താൽ ഈ കേന്ദ്ര വിഹിതത്തിൽ ഭീമമായ വർധനവ് കാണാനും നമുക്ക് സാധിക്കും. അപ്പോൾ ധനകാര്യ കമ്മീഷൻ വിഹിതത്തിൽ വലിയ കുറവ് ഉണ്ടായി. അതോടൊപ്പം സംസ്ഥാനങ്ങളിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ, ഇതെല്ലാം കൂടി വരുമ്പോൾ വികസനത്തെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. അപ്പോൾ വികസനവും
ക്ഷേമവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടേതുപോലുള്ള സംസ്ഥാനത്തിന് ഇത് വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം ഉണ്ടെങ്കിലും നാം നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വിവിധ ജനവിഭാഗങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, സ്ത്രീകൾക്ക്, യുവജനങ്ങൾക്ക്, മുതിർന്ന പൗരന്മാർക്ക്, അങ്ങനെ വിവിധ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധി ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, 35 മുതൽ 60 വയസ്സ് വരെയുള്ള 31 ലക്ഷം സ്ത്രീകൾ, അവർക്കുള്ള പ്രതിമാസ സഹായം അടക്കമുള്ള പദ്ധതികൾ ഇപ്പോൾ നമുക്ക് നടപ്പാക്കാനായിട്ടുണ്ട്. അത് നല്ല നിലക്ക് സമൂഹം സ്വീകരിച്ചിട്ടുള്ള കാര്യവുമാണ്. ഇതിൽ സ്ഥിരത, വിശ്വാസ്യത, തുടർച്ച ഇവയെല്ലാമാണ് മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനമായി നാം കാണേണ്ടത്. പുരോഗതിയും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്നതാണ് ഈ യാത്ര. ഇതിൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ സമഗ്ര താല്പര്യത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. കഴിഞ്ഞ വർഷങ്ങളുടെ അനുഭവത്താൽ നമുക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ കേരള ജനങ്ങളുടെ മുന്നിലുള്ള അനുഭവം എന്താണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് കൃത്യമായി നടപ്പാക്കുക എന്ന രീതിയാണ് നമ്മുടെ സംസ്ഥാനം പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല തരത്തിലുള്ള പ്രതികരണം ബഹുജനങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം നാളെ കേരളത്തിൻ്റെ ഭാവി എങ്ങനെ വേണമെന്നതിനെ കുറിച്ച് ആലോചിക്കലാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ ശക്തവും സമത്വപരവും പുരോഗമനപരവുമായ ദിശയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയണം. അതിനുള്ള അവസരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നാടിൻ്റെ ദിശ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്ന് കണ്ടുകൊണ്ട് ഓരോ വോട്ടും വലിയ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി നല്ല വിവേകത്തോടെ അത് വിനിയോഗിക്കാൻ പൊതുവിൽ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വികസനത്തിന്, സ്ഥിരതയ്ക്ക്, സാമൂഹ്യ നീതിക്ക് എല്ലാമുള്ള നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയെ പിന്തുണക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ സ്വാഭാവികമായും ജനങ്ങൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് LDF-നോടൊപ്പം നിൽക്കുന്ന ജനങ്ങളോട് മാത്രമുള്ള ഒരു അഭ്യർത്ഥനയല്ല. UDF-ലും NDA-യിലുമെല്ലാം അണിനിരന്നിട്ടുള്ള ജനങ്ങളുണ്ട്. അവരെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ് നാടിൻ്റെ വികസനവും അതോടൊപ്പം സാമൂഹ്യ നീതിയും സ്ഥിരതയുമല്ല. അപ്പോൾ അതെല്ലാം ആഗ്രഹിക്കുന്നവർ നിങ്ങൾ LDF-നെ എതിർക്കുന്ന മുന്നണിയിലായാൽ പോലും
ഇതാണ് തുടരേണ്ടതെങ്കിൽ LDFന് വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വോട്ട് എന്നത് കേവലമായ ഒരു താൽക്കാലിക തീരുമാനമല്ല. നമ്മുടെ നാടിന്റെ നാളെ വരും തലമുറയുടെ ഭാവി അതിനെയെല്ലാം നിർണയിക്കുന്ന ഉത്തരവാദിത്തമാണ് എന്ന് കാണുന്നു. കേരളം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നാണ് പൊതുവെ പറയാനുള്ളത്. ഇത്രയുമാണ് ആമുഖമായി പറയാനുള്ള കാര്യം. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പ്രതിപക്ഷത്തിനെതിരെയാണ് വലിയ തോതിലുള്ള പ്രതിപക്ഷത്തിനെതിരെയാണ് അഴിമതി ആരോപണങ്ങളും സാമ്പത്തിക ആരോപണങ്ങളും വരുന്നത്. അതാണ് ഞാൻ നേരത്തെ ഒരു ഭാഗം പറഞ്ഞത്. ഭരണപക്ഷത്തിന് നേരെയല്ല ഇതുപോലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത തന്നെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയെന്നുള്ളതാണ്. അതിനിടയാക്കിയത് LDFന്റെ സംസ്കാരം തന്നെയാണ്. ആ നില നമ്മുടെ നാടിന് പുതിയ മാനങ്ങൾ കൈവരിക്കുന്നതിനിടയാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഓർമ്മയില്ലേ 2016 മുൻപുള്ള കാലം എന്തെല്ലാം സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു, ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് ഭരണം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായി വന്നതാണ്. എന്നാൽ അതിന്റെ തുടർച്ചയായി LDF ഗവൺമെന്റ് വന്നപ്പോൾ ഈ വശത്തിന് നല്ല മാറ്റമാണല്ലോ വന്നത്. അത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ഒന്ന് ആലോചിച്ചാൽ മതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് മുൻപ് നടക്കുന്ന നിയമസഭാ സമ്മേളനം നമ്മുടെ ഏത് ഭരണപക്ഷമായാലും ആ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം. ഭയങ്കരമായ ചർച്ച കാര്യങ്ങളെല്ലാം ഉയർന്നു വരുമല്ലോ. പക്ഷെ നമ്മുടെ നിയമസഭയില് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തില് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു ആരോപണം പോലും മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. അപ്പോ ആ നിലയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് കേരളം. അതാണ് നാം കാണേണ്ടത്. എന്നാൽ ഇത് LDFന് മാത്രം ബാധകമായ കാര്യമാണ്. UDF ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും കുറവില്ല എന്നുള്ളത് തന്നെയാണ് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ഉന്നയിച്ചതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തായിട്ടും അഴിമതിയുമായി ബന്ധപ്പെട്ട തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കകത്ത് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതിന്റെ ഭാഗമായി ഉള്ള വളരെ വേദനാജനകമായ സംഭവങ്ങളും നമ്മളെല്ലാം മുന്നിൽ വന്ന കാര്യങ്ങളാണ്. അവരുടെ കുടുംബാംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള പ്രസ്താവനകളും എല്ലാം നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോ അഴിമതി എന്നത് അത് എല്ലാ തലങ്ങളിലും ഒഴിവാക്കേണ്ടതാണ് എന്ന ഒരു സംസ്കാരം ഉണ്ടായാൽ മാത്രമേ അത് ഒഴിവാക്കാൻ പറ്റൂ. അതിലേക്ക് ഇപ്പോൾ UDFന് എത്താൻ കഴിഞ്ഞിട്ടില്ല, അതിലെ പ്രധാന പാർട്ടികൾക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും കാണിക്കുന്ന കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കുന്നതായാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത്. അത് പ്രധാനമന്ത്രി അടുത്ത കാലത്ത് നരേന്ദ്രമോദി പേരെടുത്ത് അങ്ങനെ വിമർശിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ വിമർശനം വരികയില്ല. രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നില്ല. അത്രയും അബദ്ധജടിലമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അബദ്ധജടിലമായ കാര്യങ്ങൾ ഈ വരവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ആദ്യം ഓർക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലവാരം എന്തായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകും. അതല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെതല്ലാത്ത BJP ഇതര മുഖ്യമന്ത്രിമാരോടുള്ള സമീപനം
എന്ത് എന്ന് ഒരുപാട് സംഭവങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ടല്ലോ. ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നത് കെജ്രിവാളിന്റെ തന്നെയാണ്. കെജ്രിവാള് കോൺഗ്രസ് അല്ല, എന്നാൽ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്നത്. ഡൽഹിയില് BJPയെ പരാജയപ്പെടുത്താൻ ഏറ്റവും ഫലപ്രദമായി നിന്ന ഒരു നേതാവുമാണല്ലോ. എന്താണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം? എത്ര കടുത്ത രീതിയിലാണ് കെജ്രിവാളിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി, ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിച്ചത്. അത് ഫലത്തിൽ BJPയെ സഹായിക്കലായിരുന്നില്ലേ? ആ നിലപാടല്ലേ അദ്ദേഹം സ്വീകരിച്ചത്? അങ്ങനെ ഒരാള് ഇന്ന് രാജ്യത്താകെയുള്ള ഇടതുപക്ഷത്തിൻ്റെതായ ഒരു മുഖ്യമന്ത്രിയെ, ആ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അസ്വാഭാവികത എത്രയാണെന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നില്ലേ? ഇവിടെ പൊതുവിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനമുണ്ട്. ആ സമീപനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണല്ലോ കേരളം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനും കേരളം തയ്യാറായിട്ടുണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളോട് പൊതുവിൽ കാണിക്കുന്ന വിവേചനം മാത്രമല്ല, കേരളത്തോട് പ്രത്യേക വിവേചനം കാണിക്കുന്നു. ആ വിവേചനം കാണിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ വികസനമാണല്ലോ തടയപ്പെടുന്നത്. 2016 വരെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി നേതൃത്വം വഹിച്ച മുന്നണി കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്നിട്ടുണ്ടല്ലോ. അങ്ങനെയൊരു മുന്നണിയും അതിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും കേരളത്തെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സമീപനം വന്നപ്പോൾ അതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറായി. എന്തിന്റെ ഭാഗമായിരുന്നു അത്? എന്തായിരുന്നു? BJPക്കെതിരെ സംസാരിച്ചുകൂടാ എന്ന നിർബന്ധം കോൺഗ്രസിന് വരാൻ കാരണം? ഞങ്ങള് ആ പ്രശ്നങ്ങൾ ശക്തമായി ഉയർത്തിയല്ലോ, പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയല്ലോ. BJPക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന, BJPക്കെതിരെയല്ല, കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭമാണല്ലോ. കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നടത്താൻ തയ്യാറായപ്പോൾ ഞങ്ങള് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കളോടും UDF നേതാക്കളോടും ആവശ്യപ്പെട്ടല്ലോ, കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണ്, നമുക്ക് ഒന്നിച്ച് പ്രക്ഷോഭം നടത്തിക്കൂടെ? ഞങ്ങളില്ലാന്ന മറുപടിയല്ലേ അവർ പറഞ്ഞത്. എന്തിന്റെ മേലെയാണ് BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭത്തിന് വന്നുകൂടാ എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത്, UDF സ്വീകരിച്ചത്? ഇത് LDFന്റെ പ്രശ്നമല്ലല്ലോ, കേരളത്തിന്റെ പൊതുവായ പ്രശ്നമല്ലേ? ഇനി രാഹുൽ ഗാന്ധി കാണേണ്ട ഒരു കാര്യം, രാജ്യത്താകെയുള്ള തൊഴിലാളി വിരുദ്ധ സമീപനം, ആ സമീപനത്തിനെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപകമായ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചത്. ആ പണിമുടക്കിൽ INTUC അടക്കം രാജ്യത്താകെ ഉണ്ടായല്ലോ. കേരളത്തില് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി സ്വീകരിച്ച സമീപനം എന്താ? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ നേതൃത്വം ഇവിടെ സ്വീകരിച്ച സമീപനം കേരളത്തില് അത്തരമൊരു യോജിപ്പ് ഉണ്ടായിക്കൂടാന്നല്ലേ? എന്താ അതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടെടുത്തത്? ആ യോജിപ്പുണ്ടാകുന്നത് കൊണ്ട് LDFന് എന്തെങ്കിലും പ്രത്യേക മേന്മയുണ്ടോ? UDFന് പ്രത്യേക ദോഷം എന്തെങ്കിലും ഉണ്ടോ? BJP ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയല്ലേ ആ യോജിപ്പ്? അത് ശക്തിപ്പെടുകയല്ലേ ചെയ്യുക, ആ വികാരം ശക്തിപ്പെടുകയല്ലേ ചെയ്യുക. എന്തിനാണ് അത് ദുർബലപ്പെടുത്താനുള്ള നീക്കം നടന്നത്? അപ്പോ LDFനുള്ള വിരോധം മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങളിലും ഇതാണല്ലോ സ്വീകരിക്കുന്നത്.
രാഹുൽ ഗാന്ധി ഓർക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഞങ്ങള് ഡൽഹിയിൽ വന്ന് പ്രക്ഷോഭം നടത്തിയല്ലോ. കേരളത്തിലെ മന്ത്രിസഭയാകെയും ഇവിടെയുള്ള MLA-മാരും MP-മാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് പ്രക്ഷോഭം നടന്നല്ലോ. ഞങ്ങളന്ന് ദേശീയ നേതാക്കളെ ക്ഷണിച്ചല്ലോ. ഇവിടുത്തെ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ദേശീയ നേതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചല്ലോ. നിങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾ ക്ഷണിച്ചല്ലോ. അന്ന് ആ ഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പങ്കെടുക്കരുത് എന്ന നിലപാട് നിങ്ങളുടെ നേതൃത്വം സ്വീകരിച്ചില്ലേ? കേരളത്തിലെ നേതൃത്വം സ്വീകരിച്ചില്ലേ? നിങ്ങളും അതിന് അരുനിന്നിട്ടുണ്ടാവില്ലേ? BJP-ക്കെതിരെയുള്ള പൊതുവായൊരു മുന്നേറ്റമായിട്ടല്ലേ ആ ഘട്ടത്തിൽ ആ പ്രക്ഷോഭം മാറിയത്? മറ്റെല്ലാവരും പങ്കെടുത്തല്ലോ. അത് ആരെ സഹായിക്കാനാണ്? എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറി നിന്നത്? നിങ്ങൾ സ്വീകരിച്ച ഓരോ നടപടിയും ഫലത്തിൽ BJP-യെ സഹായിക്കുന്നതായിരുന്നില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഞങ്ങളെ ഭാഗത്തുണ്ടായി എന്ന് പറയാനുണ്ടോ? ഏതെങ്കിലും ഒരു നടപടിയെക്കുറിച്ച് പറയാനുണ്ടോ? അങ്ങനെ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യതയോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ സംഭവം ഇപ്പോൾ ആകെ എടുത്തിയാൽ പറയേണ്ടതില്ലല്ലോ. എല്ലാ സംഭവങ്ങളിലും കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയെ പറയേണ്ടത് നരേന്ദ്രമോദിയെ പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പറയേണ്ടത് ഗവൺമെന്റിനെ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. നിയമസഭ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയോട് നേരിട്ട് കത്തയച്ച് പറയേണ്ടത് നേരിട്ട് കത്തയച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് എനിക്കൊരു വിഷമമുള്ള കാര്യമല്ല. യുവതി പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റിയിരിക്കുന്ന യുവതി പ്രവേശനത്തെ എതിർക്കുന്നവർക്കൊപ്പം വാദിക്കാൻ അനുഭവം സുപ്രീം കോടതി അഭിഭാഷകൻ സമീപിച്ചു. എന്താണ് ഈ നിലപാട് മാറ്റുന്നത്? അങ്ങനെയൊരു ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഇത് കാര്യത്തിൽ നേരത്തെ ചോദ്യങ്ങൾ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. നേരത്തെ ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ പ്രശ്നം തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനു മുൻപായിട്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രശ്നമാകുമ്പോൾ അതിലെ വിദഗ്ധരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. അത്തരം ചർച്ചയുടെ ഭാഗമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. കോടതിയോ ഗവൺമെന്റോ ഏകപക്ഷീയമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ഇത്. ഇതാണ് ഞങ്ങൾ നേരത്തെ സ്വീകരിച്ച നിലപാട്. ആ നിലപാടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതാണ് അതിന്റെ കാര്യം. ഈ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസവും CPM BJP ഡീലാണ് കോൺഗ്രസ് നയിക്കുന്നത്. KC വേണുഗോപാൽ അല്പസമയം മുമ്പ് തുറന്ന കത്തെഴുതുകയാണ്. അതിൽ താങ്കൾ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി അമിത്ഷായുമായി ഒരു കൂടിക്കാഴ്ച നടത്തി, ധനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി, അങ്ങനെ നിരവധി കാര്യങ്ങളും 10ഓളം കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയ ഒരു CPM BJP ഡീലാണ് ഈ അവസാന ദിവസം നയിക്കുന്നത്. അല്ല, അത് അവരുടെ ഒരു പാപ്പരത്വം എന്ന് മാത്രമേ ഉള്ളൂ. ഈ KC വേണുഗോപാലിന്റെ പ്രശ്നം, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ ഇപ്പോ. പക്ഷേ എവിടെയാണിപ്പോ അവര് കിടക്കുന്നത്? അവരുടെ പാർട്ടിയുടെ നിലനോക്കിയാൽ ഈ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു BJP-യുടെ നേതൃനിര നോക്കിയാല്, അവരുടെ MP-മാര് അതുപോലുള്ളവരൊക്കെ നോക്കിയാല് ഒരു 30% പേരെങ്കിലും കോൺഗ്രസിൽ നിന്ന് പോയവരായിരിക്കും. നേരത്തെ കോൺഗ്രസിന്റെ പ്രാമാണികന്മാരായ AICC നേതാക്കള്, പഴയ മുഖ്യമന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്മാര്, അങ്ങനെയെല്ലാമുള്ള പ്രധാനികളിലെ ഒരു 30% പേര് ഇപ്പോ BJP-യുടെ പ്രധാനികളായിട്ടിരിക്കുന്നത്. നിങ്ങള് അവർക്ക് ആളുകളെ സപ്ലൈ ചെയ്യുന്നവരായിട്ട് മാറുകയില്ലേ ഫലത്തിലുണ്ടായിട്ടുള്ളത്? ഈ പറയുന്ന വേണുഗോപാൽ നേരത്തെ രാജ്യസഭാംഗമായിരുന്നല്ലോ, രാജസ്ഥാനിൽ നിന്നായിരുന്നില്ലേ? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാല് അവിടെ തെരഞ്ഞെടുക്കപ്പെടുക BJP ആണെന്ന് 1:1 കണക്കാക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഒരു ആശ്ചര്യം സംഭവിക്കില്ലല്ലോ, BJP തെരഞ്ഞെടുക്കപ്പെടുമല്ലോ. എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? അപ്പൊ MP ആയിരിക്കുകയാണല്ലോ. ആ MP ആയിരിക്കുന്നയാള് രാജിവെച്ച് അവസരം ഉണ്ടാക്കി കൊടുത്ത BJP-ക്കല്ലേ? എന്തിനാണ് ആ നടപടി എടുത്തത്?
അത് ഏത് ഡീലിന്റെ ഭാഗമായിട്ടായിരുന്നു? സ്വന്തം നേതാക്കന്മാരുടെ മക്കള്, മരുമക്കള്, വേണ്ടപ്പെട്ടവര് എല്ലാം ഇപ്പം എവിടെയാ ഉള്ളത്? ഇവിടെ കേരളത്തിൽ വന്നിട്ടാണല്ലോ പറയുന്നത്. കേരളത്തിലെ പ്രധാനികളെ കുറിച്ചൊന്ന് ഓർത്തു നോക്ക്. അവരുടെ മക്കളെല്ലാം എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് കോൺഗ്രസിന് BJP-യുള്ള സമീപനം എന്നല്ലേ ഇത് കാണിക്കുന്നത്? ഇങ്ങനെയെല്ലാം സ്വയം അപഹാസ്യമായിട്ടുള്ളവര് ഞങ്ങളെ അപഹസിക്കാൻ പുറപ്പെടുന്നത് നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി. ഞങ്ങൾക്ക് സുതാര്യമായ ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പോയ ആളെന്ന നിലക്ക് നല്ലതുപോലെ അറിയാലോ BJP-യുമായിട്ടുണ്ടാക്കിയ ഡീലുകളുടെ കഥകൾ. നേരത്തെ പഴയ കാലത്ത് തന്നെ കോൺഗ്രസിന് ഇത്തരം ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. EMS പട്ടാമ്പിയിൽ മത്സരിക്കുന്ന കാലത്ത് ആ ഘട്ടത്തില് EMS-നെ പരാജയപ്പെടുത്തണമെന്ന നിർബന്ധം കോൺഗ്രസിന്. അന്നവിടെ ജനസംഘത്തിന്റെ ഒരു നേതാവുണ്ടായിരുന്നു മത്സരിക്കാൻ. അദ്ദേഹം പിൻവലിച്ചു, മത്സര രംഗത്ത് നിന്ന് പിൻവാങ്ങി. എന്നിട്ട് അന്നത്തെ ജനസംഘത്തിന്റെ നേതാവ് ദീനദയാൽ ഉപാധ്യായ അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വന്ന് പ്രചരണം നടത്തി. അതാണ് കോൺഗ്രസ്. ഇനി നാടും ലോകവും രാജ്യവും അംഗീകരിച്ച മറ്റൊരു നേതാവിന്റെ കഥ പറയാം. EMS-ന്റെ മാത്രമല്ല, AKG-യുടെ. AKG പാലക്കാട് മത്സരിക്കുന്നു. ആ മത്സരത്തില് AKG-യെ നേരിട്ടത് കോൺഗ്രസിന്റെയും BJP-യുടെയും കൂടി സ്ഥാനാർത്ഥിയായിരുന്നു. അത് കോൺഗ്രസ്സുകാരനായിരുന്നില്ല കേട്ടോ. മത്സരിച്ചത് RSS-ന്റെ ജില്ലാ കാര്യവാഹമായിരുന്നു. എത്ര നാണം കെട്ട നടപടിയാണെന്ന് ആലോചിച്ചു. AKG-യെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS കാര്യവാഹനെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കി നിർത്തി ഒരു പരിശ്രമം നടത്തി വയ്ക്കല്ലേ? അതല്ലേ പഴയ കാലം? പുതിയ കാലം നിങ്ങൾക്കും എല്ലാം പലർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. കോലീബി, നമ്മുടെ വടകരയും ബേപ്പൂരും, വടകര പാർലമെന്റ് സീറ്റ്, ബേപ്പൂര് അസംബ്ലി സീറ്റ്. അവിടെ രണ്ടിടത്തും BJP സ്ഥാനാർത്ഥിയല്ലേ നിർത്തിയത്? BJP-യുടെ ഔദ്യോഗിക തലമുള്ള ആളല്ല, BJP-ക്ക് വേണ്ടിയുള്ള രണ്ടാളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. BJP അവിടെ ജയിപ്പിക്കുക, ബാക്കി സ്ഥലങ്ങളിലൊക്കെ BJP ഇവരെ ജയിപ്പിക്കുക. ഇതിന്റെ അന്നത്തെ ധാരണ. പക്ഷേ രാഷ്ട്രീയത്തില് രണ്ടു കൂട്ടം 2 സമം 4 അല്ലല്ലോ. മനുഷ്യരല്ലേ, വികാര വിചാരമുള്ള മനുഷ്യരല്ലേ. അവർ ഈ കള്ളക്കളിക്ക് കൂട്ടുന്നില്ലല്ലോ, അവർ മാറിയല്ലോ. അങ്ങനെയല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ വിജയിച്ചു വന്നത്. സാധാരണ കണക്ക് വെച്ചാൽ അവർ ജയിക്കേണ്ടതാണ്. ജയിച്ചോ? ആ വൃത്തികേടും കാണിച്ചവർ നിങ്ങളായിരുന്നില്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഒരു നിയമസഭ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, നല്ല നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു RSS നേതാവിന്റെ പ്രഖ്യാപനം, 41 സീറ്റില് ഞങ്ങൾ പിന്തുണ നൽകിയിട്ടാണ് ആ കസേരയിൽ ഇരിക്കുന്നത് ഓർമ്മ വന്നു എന്ന്. അതാ ഓർമ്മയില്ലേ വേണുഗോപാലിന്? അത് കഴിഞ്ഞ് പുതിയ കാലം, ഇപ്പൊ ഇന്നലെ 2016 രാജഗോപാൽ ആദ്യമായിട്ട് ഇതെല്ലാം BJP-ക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള വിവിധ പരിശ്രമങ്ങളായിരുന്നു. ഒന്നും കേരളത്തിലെ ജനങ്ങൾ സമ്മതിച്ചില്ല. രാജഗോപാലിന് അക്കൗണ്ട് തുടങ്ങാനായി. എങ്ങനെയായിരുന്നു തുടങ്ങിയത്? നേമത്തുനിന്ന് അക്കൗണ്ട് തുടങ്ങാനായത് എങ്ങനെയാണ്? അവിടുത്തെ കോൺഗ്രസിന്റെ വോട്ട് കാണാനേ ഇല്ല. എന്നാൽ മറ്റൊന്ന് സംഭവിച്ചു. അതിന്റെ അടുത്തൊരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നു. അവിടെ BJP-യുടെ വോട്ടും കാണാനില്ല. ഇതല്ലേ നടന്നത്? യഥാർത്ഥത്തിലുള്ള ഡീൽ അതായിരുന്നില്ലേ? അത് കഴിഞ്ഞ് ഇപ്പോ നമ്മുടെ തൃശ്ശൂരില് സുരേഷ് ഗോപി ജയിച്ചു വരുമ്പോൾ കോൺഗ്രസിന്റെ 85,000 വോട്ട് എവിടെ പോയി? തൊട്ട് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ നിന്നും 85,000 വോട്ട് കുറയല്ലേ? ഞങ്ങൾ ജയിക്കുമെന്ന് കണക്കാക്കിയതായിരുന്നു, പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു. എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ നിന്ന് കുറവുണ്ടായില്ലല്ലോ, അതിൽ വർധനവുണ്ടായല്ലോ. നിങ്ങളെ വോട്ട് എവിടെ പോയി?
അപ്പോൾ ഡീൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേർന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അണിയാൻ പറ്റുന്നൊരു കുപ്പായല്ല. ഞങ്ങളെ പുറത്ത് അതെടുത്തിട്ടുണ്ടാ, അത് സ്വയം എടുത്തണിഞ്ഞാൽ മതി. സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നില നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷതയുടെ ഭാഗമായി ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അത് അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഈ പ്രളയത്തിനെ കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ മിനിസ്റ്ററുടെ ശബ്ദരേഖ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് മനുഷ്യനിർമ്മിതമായിരുന്നു, വാട്ടർ മാനേജ്മെന്റിൽ വന്നൊരു പിഴവാണ് എന്ന് ഇദ്ദേഹത്തിന്റെ കൃഷ്ണൻകുട്ടിയുടേതായ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് CM-ന് പറയാനുള്ളത്? അല്ല, ശബ്ദരേഖയുടെ കാര്യം എനിക്ക് അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷം വലിയ തോതിലുള്ള ബഹളം ഉണ്ടാക്കിയതായിരുന്നല്ലോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ പ്രളയത്തിന്റെ ആധിക്യം എത്രയായിരുന്നു എന്നുള്ളത്, ആ സമയത്തുള്ള മഴയുടെ ശക്തി എത്രയായിരുന്നു എന്നുള്ളത്. അന്നത്തെ വിവരണാതീതമായ സംഭവങ്ങളല്ലേ. അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതികൾ പഠനം നടത്തിയല്ലോ. ഇത്തരം ഒരു ആക്ഷയം വന്നതിന് ശേഷവും പഠനം നടത്തിയല്ലോ. അവരൊക്കെ കൃത്യമായി പറഞ്ഞല്ലോ ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് പ്രകൃതി ദുരന്തം തന്നെയാണ് എന്ന് കൃത്യമായി പറഞ്ഞല്ലോ. അത് കൃത്യമായൊരു ദുരാരോപണം മാത്രമായിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന തരത്തിലുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ സഹോദരൻ ഭുവനേശ്വരന്റെ കൊലപാതകത്തിന് കാരണം SFI പ്രവർത്തകരാണ്. നേതാവായിട്ടുള്ള CS സുജാമയ്ക്കെതിരെ അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ട്. നായർ വീടുകളിൽ മാത്രം പോകുന്ന ആളാണ്, നായരാണെന്ന് പറയാൻ മുല്ലപ്പൂവ് സ്കൂളിൽ അത് ഈ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാള് ഈ നശിക്കാൻ തീരുമാനിച്ച് ശത്രുപക്ഷത്ത് ചേർന്നാൽ പിന്നെ ആ അധപ്പതനത്തിന്റെ ഭാഗമായി എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയെടുക്കും. അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ സുധാകരന്റെ വാക്കുകൾ മാറുന്നത്. സ്വന്തം സഹോദരനായ ഭുവനേശ്വരൻ കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്ന് സുധാകരനും നാട്ടിനും എല്ലാം അറിയുന്ന കാര്യമാണ്. സുധാകരൻ SFIയുടെ നേതാവായിരുന്നു. അന്ന് തൊട്ട് സുധാകരൻ പറഞ്ഞു വന്ന കാര്യങ്ങൾക്കെതിരായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ പോലും അപമാനിക്കുന്ന പ്രസ്താവന നടത്താൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നർത്ഥം. അതാണ് അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. അതോടൊപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ സുജാതക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ. അതിനകത്ത് കൃത്യമായി സ്ത്രീത്വത്തെ അവമാനിക്കുന്ന പരാമർശങ്ങൾ അടക്കമുണ്ടായിട്ടുണ്ട്. അതൊരു സ്ഥാനാർത്ഥി ചെയ്യാൻ പാടില്ലാത്തതാണ്, അങ്ങേയറ്റം അപലപനീയമായൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാത്ത രീതിയാണത്. പക്ഷെ സുധാകരൻ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ചില പ്രത്യേക വികാരങ്ങൾ അവിടെ ഉയർത്തിവിടാനുള്ള ശ്രമം, അതും ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് കാണാൻ സാധിക്കും. അതൊന്നും അമ്പലപ്പുഴയിൽ ഏശുന്ന കാര്യമല്ല. അമ്പലപ്പുഴ പുന്നപ്ര വയലാറിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന നാടാണ്. പുന്നപ്രയുടെ മണ്ണാണ്. അവിടെ ഒരു തരത്തിലുള്ള പോറലും LDF-ന് ഇത്തരം അവസരവാദ നിലപാടിലൂടെ ഉണ്ടാക്കി കളയാമെന്ന് വ്യാമോഹിക്കേണ്ട. ഏതായാലും ശത്രുപാളയത്തിൽ എത്തിച്ചേർന്നതിന്റെ ഭാഗമായി അവരെ പ്രീതിപ്പെടുത്താൻ ഇനിയും ചിലപ്പോൾ ഇതുപോലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം എന്ന് മാത്രമേ കാണുന്നുള്ളൂ. സാധാരണ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ 2016-21 തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടായ നേതൃത്വമായിട്ട് പൊതുവെ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളെല്ലാം തന്നെ ഇപ്പോൾ BS-ന്റെയും കോടിയേരിയുടെ ഒക്കെ ചിത്രങ്ങളെല്ലാം കാണാൻ കഴിയായിരുന്നു ഈ 2016-21 തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ ഫോട്ടോയും ചിത്രങ്ങളും മാത്രമാണ് എല്ലായിടത്തും കാണുന്നത്. ഒരു ഏക നേതൃത്വത്തിലേക്ക് പാർട്ടിയും മുന്നണിയും മാറിയത്.
അല്ല, എന്റെ ചിത്രം കാണുന്നതിൽ വിഷമമുള്ള ചിലരുണ്ടാവും നിനക്കറിയാം, അതിൽ ഒരു സംശയമില്ല. പണ്ട് എന്നുള്ളതാണല്ലോ, ഇപ്പോഴും അത് ചിലപ്പോൾ ചിലർ ഉണ്ടാവും എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ കാണേണ്ടത് ഞങ്ങളെ നേതൃത്വം എന്ന് പറയുന്നത് കൂട്ടായ നേതൃത്വമാണ്. അത് പാർട്ടി ആയാലും മുന്നണി ആയാലും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒന്നല്ലത്. പൊതുവെ കൂട്ടായ നേതൃത്വത്തിനാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും കൂട്ടായി ആലോചിച്ചാണ് നീക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ LDFന്റെ പ്രചരണ രീതികൾ വരുമ്പോൾ ഇപ്പോ ഗവൺമെന്റ് നയിക്കുന്നയാളെന്ന നിലക്ക് എന്റെ പടം ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. അതിനപ്പുറം അതിന് പ്രാധാന്യം കാണേണ്ടതായിട്ടില്ല. മറ്റ് വ്യാഖ്യാനങ്ങളും അതിനാവശ്യമില്ല. UDFന്റെ പ്രകടന പത്രിക വമ്പൻ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പോലുള്ള വലിയ വാഗ്ദാനങ്ങൾ, അതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക? ഇത്തരം വാഗ്ദാനങ്ങൾ ജനങ്ങളെ ഒട്ടും ബാധിക്കില്ല എന്നുള്ളതാണ് കാണേണ്ടത്. നിങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് വിശ്വാസ്യതയാണല്ലോ ഏറ്റവും പ്രധാനം. പറഞ്ഞ വാക്ക് പാലിക്കുക എന്നതാണല്ലോ പൊതുവെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതേവരെ വാക്കൊന്നും പാലിക്കാത്തവര് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകിയാൽ അതിനാരെങ്കിലും വില കൊടുക്കും. ഇപ്പോ വയനാട്ടിലെ ആ കുട്ടി സ്മൃതിയുടെ പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ. അവരെ വീട് വാഗ്ദാനം ചെയ്തിട്ട് അതിനെപ്പറ്റി ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? ഏതെങ്കിലും വർത്തമാനം UDFന്റെ ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ കാര്യത്തിലുള്ള വാഗ്ദാനം, അതും വളരെ ദയനീയാവസ്ഥയിൽപ്പെട്ട ഒരു കുട്ടിയുടെ കാര്യത്തിലുള്ള വാഗ്ദാനം നിറവേറ്റാൻ കഴിയാത്തവർക്ക് പിന്നെ ഏത് വാഗ്ദാനമാണ് നിറവേറ്റാൻ കഴിയുക? മുണ്ടക്കൈ ചുവടുമലയില് വീട് നിർമ്മിച്ച് നൽകും, ഞങ്ങള് 100 വീട് എന്നൊക്കെ പറഞ്ഞതാണല്ലോ. ഇപ്പൊ എവിടെ എത്തിയത്? ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലാന്നല്ലേ പറയുന്നത്, വീട് നിർമ്മിക്കാനുള്ള പൈസ ഇല്ലാന്നല്ലേ പറയുന്നത്. തിരിച്ച പൈസ ഇവിടെ പോയി, അതിന്റെ കണക്കിന് എന്ത് സംഭവിച്ചു? അപ്പൊ ഇത്തരം കാര്യങ്ങളില് ഒരു സുതാര്യതയും ഇല്ലാത്തവര്, പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാത്തവര്, അവര് ഏതെങ്കിലും തരത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് ജനങ്ങൾ കരുതുന്നേയില്ല. അതുകൊണ്ട് അതൊരു ഗൗരവ വിഷയമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ല എന്നാണ് കാണേണ്ടത്. സംസ്ഥാന ഘട്ടത്തിൽ വരെ TK ഗോവിന്ദനും പയ്യന്നൂരിൽ V കൃഷ്ണൻ ഉൾപ്പെടെ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, ഓരോ തെളിവുകളൊക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പോലും V കൃഷ്ണൻ പറഞ്ഞ 70 ലക്ഷം രൂപ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടിൽ കണക്കിൽപ്പെടാത്ത അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് കൃഷ്ണൻ പ്രതികരിച്ചത്. ഇത് നേരത്തെ സുധാകരനെ പറ്റി പറഞ്ഞല്ലോ, ആ ഗണത്തിൽപ്പെടുന്നതാണല്ലോ. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് സ്ഥാനമോഹത്തിന്റെ ഭാഗമായി പുറത്തുപോയി മറ്റ് നിലപാടുകൾ സ്വീകരിച്ച് എതിർ ക്യാമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കാൻ എന്തെല്ലാം പറയാൻ പറ്റുമോ അത്തരം കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവര്. അതിന്റെ ഭാഗമായി ഞങ്ങളെ ഓഫീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിലപാട് വന്നില്ലേ? ഓഫീസിനകത്ത് കൃത്രിമ രേഖ ഉണ്ടാക്കുകയാണെന്ന് പറയുന്ന വരെ വന്നില്ലേ? ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം എതിർ ക്യാമ്പിൽ എത്തപ്പെട്ടാൽ അവരുടെ പ്രീതി സമ്പാദിക്കാൻ എനിക്ക് പഴയ തരത്തിലുള്ള ഒരു കാര്യവും ബാക്കി നിൽക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ പൂർണ്ണ ആളായി മാറിയിരിക്കുന്നു. ആ ഒരു തെളിവിന് വേണ്ടി, അത് ഹാജരാക്കുന്നതിന് വേണ്ടി വളരെ വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇത്തരം വ്യക്തികൾ തയ്യാറാവും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. പയ്യന്നൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ചതും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതുമാണ്. കുഞ്ഞീഷൻ അടക്കം അതിന്റെ ഭാഗമായിരുന്ന കാലത്ത് അദ്ദേഹം അടക്കമാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോ പറയുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് വേണ്ടി ആ ക്യാമ്പിൽ എത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ചൂരൽമലയിൽ വീട് നിർമ്മാണത്തിന് വേണ്ടി 200ഓളം പെർമിറ്റുകൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് 200ഓളം പെർമിറ്റുകൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് UDF ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വീടിന് മാത്രമേ പെർമിറ്റ് എടുത്തതായിട്ടും കാണുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ ഒരു വസ്തുത? അത് നിങ്ങളുടെ സംശയം തന്നെയാണ് ശരി. ഈ
വീട് നിർമ്മാണത്തിന്റെ കാര്യത്തില് സാധാരണഗതിയിൽ നമ്മള് ഒരു വീടിന്റെ പെർമിഷൻ ചോദിച്ചാൽ ഇപ്പോഴത്തെ കെ-സ്മാർട്ട് വഴി ആ വീടിന്റെ പെർമിഷൻ എടുക്കാൻ പറ്റും. എന്നാൽ പൊതുവെ ഒന്നിലധികം വീടുകൾ നിർമ്മിക്കുന്ന ഒരു പദ്ധതിയായിട്ട് വരുമ്പോൾ അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കണം. അത്തരത്തിൽ ഒരു നില ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അനുഭവം. അത് നമ്മുടെ സാങ്കേതികമായ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിപ്പോ ഇവിടെ ഇതാണ് കാര്യം. കോൺഗ്രസ് ഇപ്പോ സാധാരണ നിലയിൽ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. ഇതില് വീടുകൾ നിർമ്മിക്കാൻ അനുമതി തേടിയിട്ടില്ല എന്ന് മാധ്യമ വാർത്തകൾ വന്നു. അപ്പോഴാണ് ഇതുപോലെ നമ്പറുകൾ അവര് പുറത്തുവിടാൻ നോക്കുന്നത്. ഇപ്പൊ LDF നടപ്പിലാക്കിയ കെ-സ്മാർട്ട് സംവിധാനത്തിലൂടെ ഒരു വ്യക്തിഗത വീടിന് എളുപ്പത്തിൽ പെർമിറ്റ് നേടാനാവും. പക്ഷേ അത് ഒരു വീടിന് മാത്രമാണ് ബാധകം. ഒരേ പ്ലോട്ടില് ഒന്നിലധികം വീടുകൾ നിർമ്മിക്കാൻ പ്ലോട്ട് സബ്ഡിവിഷനും ഡെവലപ്മെന്റ് പെർമിറ്റും നിർബന്ധമാണ്. ഇവിടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ഒരേ സ്ഥലത്ത് ഒന്നിലധികം നിർമ്മാണങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുമതികൾ ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നത് നിയമവിരുദ്ധമായി മാറും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? സബ്ഡിവിഷൻ ചെയ്തിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകി ഒരു വീടിന് മാത്രം ബാധകമായ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് എടുത്ത് മുഴുവൻ വീടുകൾക്കും അനുമതി ലഭിച്ചതായി കാണിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തില് ഈ പെർമിറ്റ് ഉപയോഗിച്ച് ഒരു വീട് മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ. രണ്ടാമത്തെ വീടിന് ഇനി പെർമിറ്റ് ലഭിക്കില്ല. ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല. ഡെവലപ്മെന്റ് പെർമിറ്റ് എടുക്കേണ്ട അടിസ്ഥാന നടപടികൾ ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല. അപ്പോ കോൺഗ്രസിന്റെ ഇത് ഒരു യഥാർത്ഥ പുനരധിവാസ പദ്ധതിയല്ല. പേരിന് ഒരു കടലാസ് മാത്രം എടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ചുരുക്കത്തിൽ നിലവിലെ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീടേ സാധ്യമാവും. അതിനപ്പുറം ഒന്നും നിയമപരമായി നടക്കില്ല. അപ്പൊ ഇതിലെ ദുരിതബാധിതരെ വീണ്ടും വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മറ്റ് കാര്യങ്ങൾ ഇപ്പോഴും ശക്തമാണല്ലോ. വയനാടിന് വേണ്ടി പേരിച്ച പണം എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല. അതൊക്കെ ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. ഇതാണ് ഈ ഒറ്റ വീടിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റിനോട് ചോദിച്ച സമയത്ത് വളരെയധികം പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ തയ്യാറാകാത്ത രീതിയിലാണ് KPCC പ്രസിഡന്റ് ഒക്കെ മറുപടി നൽകുന്നത്. അത് സ്വാഭാവികമാണ്. വിഷമമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അവർ വല്ലാത്ത അസഹിഷ്ണുത വരില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ടാവും. അതങ്ങനെ കാണുന്നുണ്ടായിട്ടുള്ളൂ. കാരണം ഒന്നും പറയാൻ പറ്റില്ല. പണം പിരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. നല്ലതുപോലെ പണം കിട്ടി എന്നുള്ളത് വസ്തുതയാണ്. അവർക്കെല്ലാം അത് അറിയാലോ. പക്ഷെ അവർക്കത് സമ്മതിക്കാൻ വിഷമം. ഒരു വ്യക്തമായി പറയണ്ടേ അവര് ഇത്ര പണം പിരിച്ചു, ഇന്ന ആളുകൾ തട്ടി, ഞങ്ങൾ അവരെ പേരിൽ നടപടി എടുക്കും എന്നൊക്കെ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒന്നിനും അവർക്ക് കഴിയുന്നില്ല. ഒരു തരം നിസ്സഹായാവസ്ഥയിലാണ് അവർ. അപ്പൊ പിന്നെ ചോദിക്കുന്നവരോടൊരു കോപമായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയും കാണുന്നുള്ളൂ. കാസർഗോഡ് LDF സ്ഥാനാർത്ഥിക്കെതിരെ നൽകിയ പ്രചരണം നടക്കുന്നു. വേദാമായി അത്തരം ആരോപണം രണ്ട് ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇന്നലെ BJPയുടെ നേതാവ്, സ്ഥാനാർത്ഥിയുടെ നേതാവ് പറഞ്ഞത് LDF UDF അധികാരത്തിൽ വന്നാൽ വീണ്ടും ലവ് ജിഹാദുകൾ വരും, മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി തീവ്രവാദം ഉപയോഗിക്കും, അങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ വളരെ വ്യാപകമായി നടക്കുന്നു. ഇതൊക്കെ ബോധപൂർവം അഴിച്ചുവിടുന്ന കാര്യമാണ്. BJP നമ്മൾ കാണേണ്ടത്, BJP എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ
അത് നാടിന്റെ സ്വൈര്യതയാണ് കെടുത്തുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ധാരണ വേണം. ഇന്നത്തെ നാടിന്റെ അവസ്ഥ കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷമോ വർഗീയ കലാപമോ ഇല്ല. എല്ലാ വർഗീയ ശക്തികളെയും ശക്തമായി നേരിടുന്ന LDF അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് അത്തരമൊരു അവസ്ഥ നിലനിൽക്കുന്നത്. എന്നാൽ വർഗീയ ശക്തികളിവിടെ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് തലപൊക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല. അത്തരം നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കർക്കശമായി നേരിടുന്ന നിലയാണ് കേരളം സ്വീകരിച്ചു വരുന്നത്. ഇത് അവസാനിച്ചു കിട്ടിയാൽ വർഗീയതക്ക് തലപൊക്കാന്ന് അവർ കണക്കൂട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായി വർഗീയ ശക്തികൾ പൊതുവെ അവരുടെ നില മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനുള്ള പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോ പേരാമ്പ്രയുടെ പ്രശ്നത്തിൽ വേറൊന്നുമില്ല. പേരാമ്പ്രയില് LDF നല്ല നിലക്ക് ജയിച്ചു വരുന്ന സീറ്റാണ്. അതിന്റെ വെപ്രാളത്തിൽ ചില വർത്തമാനങ്ങൾ അവിടെ പറയുന്നു എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. മറ്റു പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. കാസർഗോഡ് ബോധപൂർവം തന്നെ ചില വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ശ്രമങ്ങൾ നടന്നേക്കാം. അതും ഗൗരവമായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും വർഗീയത ഉയർത്തി കേരളത്തിന്റെ അന്തരീക്ഷം മാറ്റിക്കളയാമെന്ന് ധരിക്കുന്നവർക്ക് അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് കാണേണ്ടത്. മതനിരപേക്ഷതയാണ് നമ്മുടെ നാടിന്റെ മുഖമുദ്ര. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ചെറിയ വിഭാഗം മാത്രമേ വർഗീയതയുടെ ഭാഗമായിട്ടുള്ളൂ. അതിനെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയണം. അകറ്റി നിർത്തുന്ന സമീപനം സ്വീകരിച്ചു പോകും. അപ്പോഴും ഈ SDPയുടെ വോട്ട് വാങ്ങുന്നതിൽ വ്യക്തതക്കുറവുണ്ട് LDF-ന്റെ CPI. കാരണം നേമത്ത് ആദ്യം പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇന്നലെ പരസ്യമായി നാദാപുരത്ത് SDPI പിന്തുണ ഇടത് സ്ഥാനാർത്ഥിക്ക് എന്ന് പറയുന്നു. സ്വീകരിക്കും SDPI വോട്ട്? ഇതൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കോൺഗ്രസിനും UDF-നും. കാരണം നേരത്തെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന പാലക്കാട് തെരഞ്ഞെടുപ്പായിരുന്നില്ലേ? ആ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദത്തിന്റെ മുന്നിൽ നിന്ന് SDPI ആണല്ലോ. ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു വിഷമം UDF-ന് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞങ്ങളുടെ കാര്യം എല്ലാ സമയത്തും ഒരേപോലെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും എല്ലാ വർഗീയതക്കും എതിരാണ്. ഒരു വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഞാൻ നേരത്തെ എന്റെ ആമുഖ സംസാരത്തിൽ പറഞ്ഞില്ലേ, ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ UDF-ന്റെ ഭാഗമായിട്ടുള്ളതും NDAയുടെ ഭാഗമായിട്ടുള്ളതും ഒക്കെ ആൾക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് ഞാൻ പൊതുവെ അഭ്യർത്ഥന നടത്തിയില്ലേ? എങ്ങനെയാണത്? നാടിന്റെ സ്ഥിരത, നാടിന്റെ സാമൂഹിക നീതി, നാടിന്റെ ഭദ്രത, നാടിന്റെ മുന്നേറ്റം, അതിലൊക്കെ താല്പര്യമുള്ളവർക്ക് LDF-നാണ് അത് സാധിക്കാൻ തോന്നിയാൽ LDF-ന് വോട്ട് ചെയ്യണം. അതിന്റെ അർത്ഥം അവർക്ക് എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യം വേറെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ LDF നിൽക്കുമെന്നല്ല. LDF ആണ്. LDF വർഗീയ നിലപാടുകൾക്ക് എല്ലാ കാലത്തും എതിരാണ്. LDF അഴിമതി വിരുദ്ധ നിലപാട് ഉറച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് എല്ലാ അഴിമതിയും LDF-നെ പിന്താങ്ങിക്കൊണ്ട് നടത്തിക്കളിയാന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന്റെ കൂടെ ഞങ്ങൾ വെക്കൂ. ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് മറ്റൊരു നിലപാട് സ്വീകരിച്ചാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാടുമായിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രതിപക്ഷ നേതാവിന് വനവാസത്തിന് പോകാതിരിക്കാൻ നമുക്ക് പ്രവർത്തിക്കാമെന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കാമെന്നാണ്. അത് ആ വനവാസത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതിപ്പോ ഞാൻ റിസർവ് ചെയ്ത് വെക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാം. മറ്റു കാര്യങ്ങള് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നേടി LDF വിജയിക്കാനാണ് പോകുന്നത്. അതായത് 2016 നിന്ന് 2021 എത്തിയപ്പോ നമ്മൾ കണ്ടില്ലേ, 16-നേക്കാളും വർദ്ധിപ്പിച്ച് 21 സീറ്റ് ജനങ്ങൾ നൽകി. 21-ൽ നിന്ന് 26-ലേക്ക് എത്തുമ്പോൾ 21-നേക്കാളും സീറ്റ് വർദ്ധിപ്പിച്ച് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുമെന്നത് ഉറപ്പാണ്. കാരണം ഞങ്ങള് ജനങ്ങളോടൊപ്പം ചേർന്നാണ് നീങ്ങിയത്. ജനങ്ങൾ എല്ലാ ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ജനങ്ങളെയും വിശ്വാസമാണ്, ജനങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസമാണ്. ആ ഒരു യാത്രയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ ജനങ്ങൾ പൂർണ്ണമായിട്ട് ഒപ്പമുണ്ട്. അപ്പൊ ഒരു സംശയവും വേണ്ട, 21-ൽ ഉണ്ടായതിനേക്കാളും കൂടുതൽ സീറ്റ് LDF-ന് ഉണ്ടാകും. BJPക്ക് ഒരു സീറ്റ് പോലും ഇവിടെ കിട്ടില്ല. കേരളത്തിൽ ഒരു സീറ്റും BJPക്ക് ലഭിക്കുമെന്ന് ധരിക്കണ്ട. അങ്ങനെ ഒരു സീറ്റ് പോലും BJPക്ക് ഉണ്ടാവില്ല. നമ്മള് ഇഷ്ടം പോലെ സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നിർത്തണ്ടേ അല്ലേ? അതിനേക്കാൾ കൂടുതൽ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ? വൈക്കത്തെ LDF പ്രവർത്തകൻ പാർട്ടി ഓഫീസിൽ ചൂടിവെച്ച സംഭവം എന്നുള്ളത് വലിയ വിഷയമാണ്. കർഷകനാണ് അദ്ദേഹം, CPI പ്രവർത്തകനാണ്.
അത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് പറയില്ല, എന്താണെന്ന് അന്വേഷിക്കുക. എന്താണ് രേവന്ത് റെഡ്ഡി അങ്ങയെ വെല്ലുവിളിക്കാണ് സംവാദത്തിൽ മുമ്പ് അദ്ദേഹം പറഞ്ഞത് മോദി പിണറായി സഹോദരങ്ങളും പ്രതിപക്ഷത്തെ പോലെയുള്ള നേതാക്കളെ പിണറായി മാതൃകയാക്കുന്നില്ല. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മള് മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനത് വിശദമായിട്ട് പറയുന്നത്, അത് പറഞ്ഞാൽ കുറെ വിശദമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. അവസാനിപ്പിക്കാം. നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും പ്രസ് ക്ലബിന് വേണ്ടി നന്ദി പറയുന്നു.